ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ്. അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് LP UP എക്സാമിന് വേണ്ടിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്. 2016 UP അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ക്ലിയർ? രണ്ടാമത്തെ ചോദ്യം, വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. UP അസിസ്റ്റൻ്റ് തന്നെയാണ് 2016. അടുത്ത ചോദ്യം, മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? തോറിയം. മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയം എന്ന ലോഹത്തിൻ്റെ അയിരാണ്. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തത്. അടുത്ത ചോദ്യം, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ്? കാൽസ്യം ഓക്സൈഡാണ് അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. കൂടാതെ നീറ്റുകക്കയുടെ രാസനാമമാണ് കാൽസ്യം ഓക്സൈഡ്. ഓക്കെ അല്ലേ? എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ആൻസർ ലെഡ് ആണ്. ലെഡ് എന്ന ലോഹമാണ്. ലോഹദ്യുതിയുള്ള അലോഹം ഏതാണ്? അയഡിനാണ്. ലോഹദ്യുതിയുള്ള അലോഹം എന്ന് പറയുന്നത് അയഡിനാണ്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകം ഏതാണ്? ബ്രോമിനാണ്. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ബ്രോമിൻ. അടുത്തത്, എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോ ക്ലോറിൻ. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഓർഗാനോ ക്ലോറിൻ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനും കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനവുമാണ് ഹൈഡ്രജൻ. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനവുമാണ് ഹൈഡ്രജൻ. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് എന്ത് തിരിച്ചറിയുന്നത്? ക്ലോറൈഡ് തിരിച്ചറിയുന്നത്. സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചിട്ടാണ് ക്ലോറൈഡ് തിരിച്ചറിയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി എന്ത് നിർമ്മിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. സമ്പർക്ക പ്രക്രിയ വഴി എന്താണ് നിർമ്മിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡാണ്. ഇനി മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡാണ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ടാർട്ടാറിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ സമ്പർക്ക പ്രക്രിയ വഴിയാണ് നിർമ്മിക്കുന്നത്. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായ ഏത് വസ്തുവാണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി അറിയപ്പെടുന്നത് സിലിക്കൺ ഡയോക്സൈഡ് എന്ന പേരിലാണ്. ക്വാർട്സ് ക്രിസ്റ്റൽ സിലിക്കൺ ഡയോക്സൈഡ്. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഓക്കെ അല്ലേ? പാചകവാതകം ഗന്ധം കിട്ടാൻ ഈഥൈൽ മെർക്യാപ്റ്റൻ. ഫോർ അസറ്റാമിഡോഫിനോൾ എന്നത് എന്താണ്? നമുക്ക് പാരസിറ്റമോൾ എന്നേ അറിയത്തുള്ളൂ അല്ലേ? ഫോർ അസറ്റാമിഡോഫിനോൾ എന്നത് പാരസിറ്റമോൾ ആണ്. പാരസിറ്റമോൾ ഫോർ അസറ്റോമിഡോഫിനോൾ എന്നാണ്. അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ്. ക്രൂക്സ് ഗ്ലാസ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഇന്ന് ചെയ്തത് LP UP അസിസ്റ്റൻ്റ്, അതായത് UP അസിസ്റ്റൻ്റ് 2016 പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.